ഇന്ന് മിക്ക വീടുകളിലെയും ഒരു പ്രധാന താരമാണ് എയർ ഫ്രയർ. എണ്ണയില്ലാതെ വറുത്ത വിഭവങ്ങൾ കഴിക്കാമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത. എയർ ഫ്രയർ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൽ പാചകം ചെയ്യുന്ന ആഹാരം ആരോഗ്യപരമായി നല്ലതാണോ എന്നീ കാര്യങ്ങളെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി തന്നെ ഞാനിവിടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോംബസ് സയൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പലരുടെയും ആഗ്രഹം ഇതാണ്: ഓയിൽ കുറഞ്ഞ ഭക്ഷണം കഴിക്കണം, ഡീപ് ഫ്രൈ ഒഴിവാക്കണം, പക്ഷേ ടേസ്റ്റ് കുറയാനും പാടില്ല. അതിനിടയിൽ നമുക്ക് മുന്നിൽ അവതരിച്ച ഒരു പുതിയ കിച്ചൺ ഗാഡ്ജറ്റാണ് എയർ ഫ്രയർ. പലരും കരുതുന്നു ഇതിൽ ഭക്ഷണം വറുത്താൽ എണ്ണ കുറവായിരിക്കും, അതുകൊണ്ടത് ഹെൽത്തിന് നല്ലതാണ്, എന്നാൽ ടേസ്റ്റിന് വലിയ മാറ്റവുമില്ല. പക്ഷെ ചോദ്യം ഇതാണ്: എയർ ഫ്രയർ ശരിക്കും എന്താണ്? ഇത് ട്രഡീഷണൽ ഫ്രൈയിങ്ങിൻ്റെ ബദലാണോ? ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിലും പ്രധാനമായി ഇത് ശരീരത്തിന് സുരക്ഷിതമാണോ? ഇന്നത്തെ വീഡിയോയിൽ ഹൈപ്പൊന്നുമില്ലാതെ കമ്പനികളുടെ മാർക്കറ്റിംഗ് ക്ലെയിംസ് ഒക്കെ ഒഴിവാക്കി ശാസ്ത്രീയമായി നമുക്ക് ഇവയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എയർ ഫ്രൈ എന്നത് ഓയിലില്ലാതെ ഫ്രൈ ചെയ്യുന്ന ഒരു ഉപകരണമെന്നാണ് മിക്ക ആളുകളുടെയും ധാരണ. പക്ഷേ അത് 100% ശരിയല്ല. എയർ ഫ്രയർ തികച്ചും നൂതനമായ ഒരു കുക്കിംഗ് സാങ്കേതിക വിദ്യയല്ല. ഇതൊരു കോമ്പാക്റ്റായ കൺവെക്ഷൻ ഓവനാണ്. കൺവെക്ഷൻ ഓവൻ എന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇത് ബേക്കറികളിലും മറ്റും ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതിലൊരു ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ടാകും, ഒപ്പം ഒരു നല്ല ഫാനും ഉണ്ടാകും, ഹൈ സ്പീഡിൽ കറങ്ങുന്നൊരു ഫാനും ഉണ്ടാകും. ഈ ഫാൻ ചൂടുവായുവിനെ ആഹാരത്തിന് ചുറ്റും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്നു. അതാണ് കൺവെക്ഷൻ ഹീറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയർ ഫ്രയർ അതിൻ്റെ രൂപത്തിലും പേരിലുമാണ് വ്യത്യാസം. പ്രവർത്തന സിദ്ധാന്തം ബേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുന്ന ഓവനോട് സാമ്യമുള്ളതാണ്. പാചകത്തിൽ ഫ്രൈയിങ്ങിൻ്റെ നിർവചനം ഇതാണ്: കൊഴുപ്പോ എണ്ണയോ ചൂടാക്കി അതുവഴി ആഹാരത്തെ നന്നായി വേവിച്ച് പുറം ഭാഗം ക്രിസ്പിയാക്കി ടെക്സ്ചറിൽ മാറ്റം വരുത്തുന്ന പാചകരീതി. അതാണ് ഫ്രൈയിങ് എന്ന് വിളിക്കുന്നത്. എയർ ഫ്രയറിനെ ആ പേരിൽ വിളിക്കുന്നതിന് പ്രധാന കാരണം അതുണ്ടാക്കുന്ന ഫൈനൽ ടെക്സ്ചറാണ്. ഉണങ്ങിയ പുറംപാളി, നല്ല ക്രിസ്പി ഫീൽ, ഫ്രൈഡ് ചെയ്തതുപോലെ തോന്നുന്ന ഫിനിഷ്. അതുകൊണ്ട് മാർക്കറ്റിംഗ് ഭാഷയിൽ അതിനെ എയർ ഫ്രയർ എന്ന് വിളിക്കുന്നു. ശരിയായ നിർവചന പ്രകാരം ഇത് ഓയിൽ മുക്കി വറുക്കുന്ന ഡീപ് ഫ്രൈയിങ് അല്ല. ഇത് ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഹോട്ട് എയർ ഉപയോഗിച്ച് സർഫസ് ക്രിസ്പിയാക്കുന്ന ഒരു കുക്കിംഗ് പ്രോസസ്സ് മാത്രമാണ്. അതായത് ലോ ഓയിൽ ക്രിസ്പ് സർഫസ് കുക്കിംഗ് ആണിത്. ഇനി നമുക്ക് പ്രവർത്തന രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ 4 പ്രധാന ഘടകങ്ങളാണുള്ളത്: ഹീറ്റിംഗ് കോയിൽ, ഹൈ സ്പീഡ് ഫാൻ, കുക്കിംഗ് ബാസ്ക്കറ്റ്, പിന്നെ എയർ ഫ്ലോ ചാനൽസ്. ആദ്യം ഹീറ്റിംഗ് കോയിൽ ചൂടാകുന്നു. സാധാരണ ടെമ്പറേച്ചർ എന്നത് 160 ഡിഗ്രി മുതൽ 200 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. ഈ ചൂട് മാത്രം പോരാ, അതിനൊപ്പം ഉയർന്ന വേഗതയിൽ ഒരു ഫാനും പ്രവർത്തിക്കണം. ഫാൻ ചൂടുവായുവിനെ ആഹാരത്തിന് ചുറ്റും വേഗതയിൽ ചുറ്റിക്കറക്കുന്നു. ഇതിനെ ഫിസിക്സിൽ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഹീറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. മറ്റ് ഹീറ്റിംഗ് രീതികൾ ഇവയൊക്കെയാണ്: കണ്ടക്ഷൻ ഹീറ്റിംഗ്, പിന്നെ റേഡിയേഷൻ ഹീറ്റിംഗ്, അത് കഴിഞ്ഞാൽ കൺവെക്ഷൻ ഹീറ്റിംഗ്. ഈ കൺവെക്ഷൻ ഹീറ്റിംഗ് ഞാൻ ഉദ്ദേശിച്ചത് നോർമൽ കൺവെക്ഷൻ ഹീറ്റിംഗ് ആണ്. നോർമൽ കൺവെക്ഷൻ ഹീറ്റിങ്ങിൽ സ്വാഭാവികമായി ഫ്ലൂയിഡ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. ഫ്ലൂയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എയറോ ലിക്വിഡോ ആയിരിക്കും. എന്നാൽ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഹീറ്റിങ്ങിൽ ശക്തിയുള്ള ഒരു എക്സ്റ്റേണൽ ഫാൻ ഉപയോഗിക്കുന്നു, നമ്മൾ ഈ ഹെയർ ഡ്രയറിൽ ഉപയോഗിക്കുന്ന പോലെ. പാചകം ചെയ്യപ്പെടേണ്ട ആഹാര പദാർത്ഥത്തിൻ്റെ സർഫസിലേക്ക് ചൂടുവായു തട്ടുമ്പോൾ അവിടെയുള്ള ഈർപ്പം നഷ്ടപ്പെടുന്നു, അത് ഫ്രൈ ആകാൻ തുടങ്ങും. അതേസമയം സർഫസ് ടെമ്പറേച്ചർ ഉയരുകയും ചെയ്യും. ഇവിടെ സംഭവിക്കുന്നത് മേഡ് റിയാക്ഷൻ എന്ന ഒരു സങ്കീർണമായ രാസപ്രവർത്തനമാണ്. ഇവിടെ പ്രോട്ടീനും ഷുഗറും ചേർന്ന് ഉയർന്ന താപനിലയിൽ ഒരു ബ്രൗണിംഗ് റിയാക്ഷൻ നടക്കുന്നു. ഇതിന് 3 ഘട്ടങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു, അത് ശ്രദ്ധിക്കുക. ഈ റിയാക്ഷൻ്റെ അവസാനം ആഹാരത്തിൻ്റെ ബ്രൗൺ കളർ, റോസ്റ്റഡ് സ്മെൽ, ഫ്ലേവർ എന്നിവ ലഭിക്കുന്നു. ഇപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ്
ഫ്രഞ്ച് ഫ്രൈസ്, റോസ്റ്റഡ് ഫ്രൈഡ് ചിക്കൻ ഇവ ക്രിസ്പിയും മണവും രുചിയും ഉള്ളതായിത്തീരുന്നതാണ്. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ഹൈ ഫ്ലെയിമിൽ പാചകം ചെയ്യുന്ന ചൈനീസ് ഡിഷുകൾക്ക് പ്രത്യേക രുചിയും മണവും ഉണ്ടാകാൻ കാരണം. അതുമല്ല നിറവും. ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ നേരിട്ട് ഭക്ഷണത്തിൻ്റെ സുഷിരങ്ങളിലേക്ക് ഓയിൽ കയറും. അതുകൊണ്ടത് കൂടുതൽ ജ്യൂസിയും ഓയിലിയുമായിരിക്കും. എയർ ഫ്രൈയിൽ ഓയിൽ ഇൻടേക്ക് കുറവായതിനാൽ സർഫസ് ക്രിസ്പി ആകുന്നു. പക്ഷേ ടെക്സ്ചർ 100% ഡീപ് ഫ്രൈ പോലെ ആകില്ല. അത് ബേക്കിങ്ങിനും ഫ്രൈയിങ്ങിനും ഇടയ്ക്കുള്ള ഒരു ഹൈബ്രിഡ് രീതിയിലായിരിക്കും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫീലായിരിക്കും നമുക്ക് നൽകുന്നത്. ചില റെസിപ്പികളിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്താൽ ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യും. കാരണം ഈ മെയാഡ് റിയാക്ഷനെ സഹായിക്കുന്ന ഒരു മീഡിയമാണ് ഓയിൽ. എയർ ഫ്രൈയിൽ ക്രിസ്പിനെസ് തോന്നും, പക്ഷേ അത് ഫ്രൈഡ് അല്ല. ഹോട്ട് എയർ ക്രിസ്പ്ഡ് ആണ്, ഹോട്ട് എയർ ഫ്രൈയിങ് അല്ല. ഇതാണ് വസ്തുത. ഇനി നമുക്കിതിൻ്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആസ്പെക്റ്റിലേക്ക് പോകാം. ഇതിൽ പാചകം ചെയ്യുന്നത് ഹെൽത്തിയാണോ? നമുക്കത് നോക്കാം. ഡീപ് ഫ്രൈയിങ്ങിൽ ഓയിൽ അബ്സോർപ്ഷൻ വളരെ കൂടുതലാണ്. ചില ഭക്ഷണങ്ങളിൽ ഫുഡ് വെയ്റ്റിൻ്റെ 10 മുതൽ 25% വരെ ഓയിൽ ചേർന്നേക്കാം. ഇത് കാലറി, ഫാറ്റ് ഇൻടേക്ക്, കൊളസ്ട്രോൾ ലോഡ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. എയർ ഫ്രയർ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ് കുറയുന്നു. പല റെസിപ്പികളിലും എണ്ണ ഉപയോഗിക്കാതെയോ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്തോ മാത്രം ഉപയോഗിച്ച് കുക്കിംഗ് നടക്കും. അതുകൊണ്ട് ടോട്ടൽ കലോറി ഇൻടേക്ക് കുറയുന്നു. ഈ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ എയർ ഫ്രയർ ഡീപ് ഫ്രൈയിങ്ങിനേക്കാളും സേഫർ ഓൾട്ടർനേറ്റീവ് തന്നെയാണ്. അതിനർത്ഥം എയർ ഫ്രൈഡ് ഫുഡ് 100% സേഫ് എന്നല്ല. കാരണം ഹെൽത്ത് എന്നത് കുക്കിംഗ് മെത്തേഡിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു സംഗതിയല്ല, എന്താണ് നാം കുക്ക് ചെയ്യുന്നത് എന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണമായിട്ട് ഫ്രോസൺ നഗറ്റ്സ്, ഫ്രോസൺ ഫ്രൈസ്, പ്രീ പ്രോസസ്ഡ് ബ്രെഡ് സ്നാക്സ് ഇവയിൽ ആദ്യമേ തന്നെ ഓയിൽ, സോൾട്ട്, അഡിറ്റീവ്സ് എന്നിവ ചേർന്നിരിക്കും. എയർ ഫ്രയറിൽ കുക്ക് ചെയ്താലും ഇവ ജങ്ക് ഫുഡ് തന്നെയാണ്. ഫ്രഞ്ച് ഫ്രൈസ് എയർ ഫ്രൈഡ് ആയി എന്നതുകൊണ്ട് മാത്രം അത് ഹെൽത്തി ഫുഡ് ആവുന്നില്ല. അതിപ്പോഴും ഹൈ കാർബ്, ഹൈ സാൾട്ട് സ്നാക്ക് തന്നെയാണ്. അതായത് കുക്കിംഗ് മെത്തേഡ് മാറി, പക്ഷേ ഫുഡിൻ്റെ നേച്ചർ മാറിയില്ല. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ അക്രിലമൈഡ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഉയർന്ന ഊഷ്മാവിൽ പാചകം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സ്റ്റാർച്ചി ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഹാനികരമായ രാസപദാർത്ഥമാണ് അക്രിലമൈഡ്. ഇത് ഹൈ ടെമ്പറേച്ചർ ഫ്രൈയിങ്ങിൽ, പൊട്ടറ്റോ ബേസ്ഡ് ഫുഡിൽ പ്രത്യേകിച്ച് അക്രിലമൈഡ് എന്ന കോമ്പൗണ്ട് രൂപപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ച മെയാഡ് റിയാക്ഷൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ അക്രിലമൈഡ് എന്നത്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഡീപ് ഫ്രൈയിങ്ങിനെ അപേക്ഷിച്ച് എയർ ഫ്രൈയിങ് ചെയ്യുമ്പോൾ അക്രിലമൈഡ് ഫോർമേഷൻ കുറയാം എന്നതാണ്. പക്ഷേ വെരി ഹൈ ടെമ്പറേച്ചറിലും ഓവർ ബ്രൗണിങ് ഉണ്ടായാലും അക്രിലമൈഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് വളരെ ഡാർക്ക് ബ്രൗണായ അല്ലെങ്കിൽ ബേൺഡായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ശരിയായ ക്രിസ്മസ് എത്തിക്കഴിഞ്ഞാൽ കുക്കിംഗ് നിർത്തുക. അത് ഹെൽത്തിനും ടേസ്റ്റിനും ഗുണകരമാണ്. ഇനി മറ്റൊരു പ്രാക്ടിക്കൽ പോയിന്റ് ലോ ക്വാളിറ്റി എയർ ഫ്രൈയുമായി ബന്ധപ്പെട്ടതാണ്. ചില വില കുറഞ്ഞ മോഡലുകളിൽ പ്ലാസ്റ്റിക് സ്മെൽ, കോട്ടിംഗ് ഇഷ്യൂസ്, നോൺ ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് തുടങ്ങിയ ചില പ്രശ്നങ്ങൾ ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബ്രാൻഡഡ് ആയ ഫുഡ് സേഫ് കോട്ടിംഗ് ഉള്ള ഹീറ്റ് റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള എയർ ഫ്രയർ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. മാത്രമല്ല റെഗുലർ ക്ലീനിങ്ങും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ കരിഞ്ഞ ആഹാര പദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാകും. ശരിയായ മെയിൻ്റനൻസ് വളരെ അനിവാര്യമാണ്. അവസാനം ഞാനൊരു ബാലൻസ് തീരുമാനം പറയാം. എയർ ഫ്രയർ ആരോഗ്യത്തിന് അപകടകരമായ ഒരു ഡിവൈസ് അല്ല. ഡീപ് ഫ്രൈയിങ്ങിനെ അപേക്ഷിച്ച് ഓയിൽ ഇൻടേക്ക് കുറയ്ക്കുന്ന താരതമ്യേന സുരക്ഷിതമായ ഒരു പാചക രീതി തന്നെയാണിത്. പക്ഷേ അത് മാജിക് ഹെൽത്ത് മെഷീൻ എന്ന് ധരിക്കരുത്. ശരിയായ ഫുഡ് ചോയ്സ് പരിമിതമായ ഇടവേളകളിൽ ഉപയോഗിച്ചാൽ ഇത് നമുക്ക് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് തന്നെയാണ്. ചോദ്യം: എയർ ഫ്രയർ ഉപയോഗിക്കണോ വേണ്ടയോ? ഇതിന് ഉത്തരം ഇതാണ്. ഡീപ് ഫ്രൈ സ്ഥിരമായി കഴിക്കുന്നവർക്ക്
ഓയിൽ ഇൻടേക്ക് കുറയ്ക്കാനുള്ള ഒരു നല്ല വഴിയാണ് എയർ ഫ്രയർ. പക്ഷേ ജങ്ക് ഫുഡിനെ ഹെൽത്തി ഫുഡായി മാറ്റുന്ന ഒരു യന്ത്രമല്ല. എന്ത് കുക്ക് ചെയ്യുന്നു, അത് എത്രത്തോളം കഴിക്കുന്നു, അതാണ് ആരോഗ്യത്തെ നിശ്ചയിക്കുന്നത്. ടെക്നോളജി നമുക്ക് നല്ല വഴികൾ തുറന്നു തരുന്നു. പക്ഷേ ബുദ്ധിപരമായ തിരഞ്ഞെടുപ്പ് നാമാണ് ചെയ്യേണ്ടത്. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇതുപോലുള്ള ശാസ്ത്ര സംബന്ധിയായ മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണാം. അതുവരെ വളരെ നന്ദി, നമസ്കാരം.